ന്യൂസ് ടെൻസ് തുടരുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വെട്ടിച്ചുരുക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപ നോട്ടീസ് തള്ളിയതിനെ തുടർന്നാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം ഇല്ലെന്ന് സർക്കാർ അറിയിച്ചു എന്ന് അനുമതി നിഷേധിച്ചുകൊണ്ട് സ്പീക്കർ വ്യക്തമാക്കി. വേണമെങ്കിൽ സബ്മിഷനായി ഉന്നയിക്കാമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതേ തുടർന്നാണ് സഭ പ്രക്ഷുബ്ധമായത്. സർക്കാരിന് ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തെ തുടർന്ന് സ്പീക്കറുമായി തർക്കവുമുണ്ടായി. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് നിയമസഭയിൽ ഉന്നയിച്ചാൽ കെ രമയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി അത് മാറുമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും രമയുടെ ചോദ്യങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. ആ സാഹചര്യം അതില്ലാതാക്കാനുള്ള ശ്രമമായിരുന്നോ ഇന്ന് സഭയിൽ ഭരണപക്ഷത്തിൻ്റെത്? അങ്ങനെയുള്ള ആരോപണമാകും പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്നത്. കാരണം നേരത്തെയും ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ സഭയിൽ പരമാവധി അതിന് മുഖ്യമന്ത്രി മറുപടി പറയാതെ ശ്രമിച്ചിരുന്നു. ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രമേയം മുഖ്യമന്ത്രിയെ അഡ്രസ് ചെയ്താണ് പ്രതിപക്ഷം കെ രമ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംഎൽഎമാർ നൽകിയത്. ഇത് ഇത് ചോദ്യോത്തരവേള അവസാനിച്ചപ്പോൾ തന്നെ ഇതിലേക്ക് കടക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കാനാകില്ല. സർക്കാർ എടുക്കാത്തൊരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ചർച്ചയുടെ കാര്യമില്ല എന്ന നിലപാട് സ്പീക്കർ എടുത്തു. അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തില്ല. അതുകൊണ്ട് തന്നെ വിഷയം സബ്മിഷനായി ചർച്ച ഉന്നയിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു. ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നും സ്പീക്കർ നിലപാടെടുത്തു. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു നീക്കവുമില്ല എന്ന ആണ് സർക്കാരിന്റെ വാദം. ഇളവിനുള്ള കത്ത് തെളിവായി ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ടി.പി. കേസ് പ്രതികളെ വിട്ടേക്കാൻ ശ്രമം നടക്കുന്നു എന്ന് ആക്ഷേപിച്ചിട്ടുള്ള നോട്ടീസ് അങ്ങനെ ഒരു നീക്കമില്ലാത്തത് കൊണ്ട് തന്നെ തള്ളുന്നുവെന്ന് സ്പീക്കർ മറുപടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എതിർപ്പുന്നയിച്ച് സംസാരിച്ചുവെങ്കിലും പ്രതിപക്ഷ നേതാവ് അധിക സമയം സംസാരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്പീക്കർ എടുത്തു. തുടർന്ന് സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായി തമ്മിൽ തർക്കമുണ്ടായി. നിങ്ങൾക്ക് ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പ്രതിഷേധം കടുപ്പിച്ചു. കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കി. അപ്പോഴാണ് ശുപാർശ കത്ത് അടക്കമുള്ള തെളിവ് തന്റെ കയ്യിലുണ്ട് കാട്ടി പ്രതിപക്ഷ നേതാവ് ആ കത്ത് ഉയർത്തിക്കാട്ടിയത്. അതിനുശേഷവും സ്പീക്കർ ആയിരുന്നില്ല. മറ്റു നടപടിക്രമങ്ങൾ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നു. കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചത്. സ്പീക്കറുടെ ഡയസിന് മുന്നിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നീണ്ടു. ഉടൻ കുറച്ചു സമയം മറ്റു നടപടികളുമായി മുന്നോട്ട് പോയെങ്കിലും സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമല്ല. പ്രതിപക്ഷം സഹകരിക്കുന്നത്. അതിനാൽ സഭാ നടപടി വെട്ടിച്ചുരുക്കുകയാണ് അറിയിച്ചുകൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ വ്യക്തമാക്കി. അങ്ങനെ ഇന്നത്തേക്ക് സഭ പിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇപ്പോഴെന്താണ്? പുറത്തു വന്ന മാധ്യമങ്ങൾ എന്തായാലും കാണുന്നുണ്ട്. ഈ വിഷയം ഉന്നയിക്കത്തക്ക വിധത്തിലുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? കാരണം ഇളവുമായി ബന്ധപ്പെട്ട ഇളവുകൾ, പ്രതികൾക്ക് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു. സർക്കാർ ചർച്ച ചെയ്യാൻ സന്നദ്ധരാകുന്നില്ല എന്ന സാഹചര്യത്തെ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? അരുൺ, ശക്തമായ വിമർശനം പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ഉന്നയിച്ചു. അവർക്ക് ലഭിച്ച സമയത്ത് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ കിട്ടിയ സമയം അദ്ദേഹം ശക്തമായ വിമർശനം തന്നെയാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഇനി മാധ്യമങ്ങളെ കാണാം അല്പസമയത്ത്. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞാൽ ഈ വിഷയം ഇന്ന് സഭയിൽ ഉന്നയിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിനില്ല. ഒരുപക്ഷെ വീണ്ടും വേണമെങ്കിൽ നാളെ പ്രതിപക്ഷം ഈ വിഷയം കൊണ്ടുവരാം. അപ്പോഴും സമാന നിലപാടാകാം സർക്കാർ സ്വീകരിക്കുക. ഏതായാലും കടുത്ത വിമർശനം പ്രതിപക്ഷത്തിലുണ്ട്. അത് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യും. സഭയ്ക്കുള്ളിൽ കടുത്ത പ്രതിഷേധം തന്നെ പ്രതിപക്ഷം ഉയർത്തി. സഭാതലത്തിൽ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കർ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. അതിശക്തമായ പ്രതിഷേധമാണ്. ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിന്റെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ വഴിവിട്ട നീക്കം നടത്തുന്നു. ഹൈക്കോടതി വിധി പോലും ലംഘിച്ചുകൊണ്ട് അതുപോലും മറികടന്നുകൊണ്ട് സർക്കാർ ശിക്ഷാ ഇളവ് നീക്കം നടത്തി എന്ന ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം ഇന്ന് കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ രമ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ കക്ഷി നേതാക്കളും മീഡിയ റൂമിലേക്ക് വരികയാണ്. ഈ വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ പറയാൻ കഴിയാത്ത അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ അവർ അല്പസമയത്തിനകം മാധ്യമങ്ങളിലൂടെ പറയും. പ്രതിപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനത്തിനായി മീഡിയ റൂമിൽ എത്തിക്കഴിഞ്ഞു. രഞ്ജിത്ത്, വാർത്താ സമ്മേളനം